ഹലോ ഗായ്സ്, ആദ്യം നമുക്കൊന്ന് ഒരുങ്ങിയാലോ? ഒരിടം വരെ പോവാനുണ്ടേ. ഇതോർമ്മല്ലേ ഹൈഫൻ ഞാൻ അന്ന് വാങ്ങിയത്? സംഭവം കൊള്ളാട്ടോ, നല്ലതായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുത്തെ കബോർഡ്സും മിററും ഒന്നും ശരിയാക്കാത്തോണ്ട് എല്ലാവരും കൂടിയുള്ള ഒരു ഉന്തും തിരക്കാണ് കേട്ടോ. എപ്പോഴും ഈ ഒരുക്കെന്ന് പറഞ്ഞാലേ ആകെ ഒരു കണ്ണാടിയും ഒരുങ്ങാൻ മൂന്നാല് ആൾക്കാരും. അപ്പോൾ എങ്ങനെയാവും ഊഹിക്കാലോ. മുഖത്ത് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ വായ അടയ്ക്കുകയും യേശു കൂടുതൽ വായ തുറക്കുകയും ചെയ്യും. എന്തായാലും എങ്ങോട്ടേലും പോവാൻ തീരുമാനിച്ച ഒരുങ്ങി തീരാത്തതിൽ എപ്പോഴും പഴിയേക്കണ ആളാണ് കേട്ടോ ഞാൻ. അതിന് കാരണം ഞാൻ ഒരുപാട് മേക്കപ്പ് ഇടും എന്നല്ല, എനിക്കപ്പോൾ മാത്രം സാധനങ്ങളൊന്നും കാണാൻ പറ്റാത്ത എന്തോ ഒരു അവസ്ഥ വരും. അപ്പം ഞാൻ ഒരാവശ്യമില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കും, എന്നിട്ട് സമയം കളയും. പക്ഷേ ഇന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടും നേരം വൈകിപ്പിക്കരുതെന്ന് പ്രത്യേകം വാണിംഗ് തന്നുകൊണ്ടും ഞാൻ വല്ലാണ്ടൊന്നും നടന്ന സമയം കളയണില്ല. ഞാൻ സൺസ്ക്രീൻ കൊടുത്തതിൻ്റെ പകരമായിട്ട് കേശു എനിക്ക് അവൻ്റെ സെബാമൈഡിൻ്റെ ക്രീം വന്നാണ് കേട്ടോ. സ്നേഹമല്ലേ ഇത്. ഇതിപ്പോൾ സൺസ്ക്രീൻ ഇട്ടതിൻ്റെ മേലെയാണ് ആ ക്രീം തേച്ചത്. എന്തേലും ആവട്ടെ, വായിപ്പൊത്ത് തന്നെ. ഞാൻ ഒരുങ്ങുന്നത് ഓക്കെ, ഇവൻ എന്താണാവോ ഇത്ര അധികം ഒരുങ്ങാൻ. ഐബ്രോസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് മുടി കെട്ടിയ എൻ്റെ ഒരുക്കം കഴിഞ്ഞു കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മള് ലോക കാണാൻ പോവാണ്. അപ്പോൾ കളിക്കണ സ്ഥലം കാണിച്ചതാ. ഹലോ ഗായ്സ്, ഇതാണ് ചിത്ത. നമസ്തേ. ഇതാണ് എന്റെ കളിക്കണ സാധനം കാണിച്ചിട്ട്. ഇതാണ് എന്റെ കളിക്കണ സ്ഥലം. അപ്പൊ പിന്നെ അപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ എങ്ങോട്ടാ പോണേന്ന്? ലോക കാണാൻ പോവാണ് കേട്ടോ. ലോകം മുഴുവൻ ലോക കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ലോക കാണാൻ പോകുന്നേ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ബസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇറങ്ങിട്ടോ. ഞങ്ങൾ സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുന്നേറ്റ് ഒരു ബസ് പോവുകയും ചെയ്തു. എന്തോ ഭാഗ്യത്തിന് അധിക നേരമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല. അപ്പം തന്നെ അടുത്ത ബസ്സും വന്നു. ഞങ്ങൾ പട്ടാമ്പി സ്റ്റാൻഡിലെത്തിയേ. പട്ടാമ്പി സ്റ്റാൻഡ് എനിക്ക് എന്നൊരു വികാരമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആക്ച്വലി പട്ടാമ്പി സ്റ്റാൻഡ് എന്നും കാണാൻ തുടങ്ങി അതിനോടൊരു ബന്ധം ഉണ്ടായത് കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടാണേ. നമ്മുടെ തിയേറ്റർ എത്തിയിട്ടോ. 2:30ക്കാണ് ഷോ. പക്ഷേ നമ്മളവിടെ വളരെ നേരത്തെ എത്തി ഗൈസ്. 1:30ക്ക് എത്തി. 2 മണിക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം തന്നു. ഇതാ നമ്മളിപ്പോൾ അവിടെ കയറിയിരിക്കുകയാണേ. നോക്കിയേ, ഈ തിയേറ്ററിൻ്റെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിട്ട് സ്ക്രീനിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ടാണ് കേട്ടോ എനിക്ക് ഇപ്രാവശ്യം ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഈ സീറ്റ് കിട്ടുന്നത്. അല്ലേ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ കിട്ടാറ്, അതൊരു രസം ഉണ്ടാവാറില്ല. ഇത് നല്ലതായിരുന്നു കേട്ടോ. സിനിമ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ പോപ്കോൺ കഴിക്കാൻ പോവുക എന്നാണ് കേശു ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതാ ഏകദേശം പോപ്കോണ് പകുതി വരെ എത്തി, തുടങ്ങിയിട്ടില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ സ്ക്രീനിൽ മമ്മൂട്ടി. ലോകയിൽ ഇനി മമ്മൂട്ടി ഉണ്ടോ? ഇത് വേറെ ഏതോ പടത്തിൻ്റെ പരസ്യമാണ്. സിനിമ കാണാൻ പോകുമ്പോൾ ഇത് കല്യാൺകാട്ട് നീലിയുടെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ഹൊറർ സിനിമ കാണാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല പേടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പ്രേത സിനിമകൾ കാണാൻ. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ കാണുകയല്ലേ. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു യക്ഷിയാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, യക്ഷിയാവണ്ട, ഒരു യക്ഷിയെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഈ സൂപ്പർ പവറുള്ളവർ കൂടെ ഉണ്ടാവണത് ഒരു ധൈര്യമല്ലേ. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നത് ഈ സൂപ്പർ പവറിനെ കുറിച്ചാണ്. എങ്ങനെ ഇപ്പോൾ ഈ സൂപ്പർ പവറൊക്കെ കിട്ടുക? വവ്വാല്, എട്ടുകാലി ഇതൊക്കെ കടിച്ച സൂപ്പർ പവർ കിട്ടുമോ? കോപ്പ് എന്നെ കടിക്കും, ചോര ചൂഴ്ന്നെടുക്കാൻ പറ്റിയ കൊതുകുകളും അത് ചിലപ്പോൾ പരത്തുന്ന വല്ല പനിയായിരിക്കും. അല്ലാണ്ട് എന്ത് സൂപ്പർ പവർ? സാധാരണ മനുഷ്യന്മാർക്കുള്ള കഴിവുകൾ പോലും ഇല്ലാത്ത പാവം മനുഷ്യത്തെയാണ് ഞാൻ. അതെന്താന്നല്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ലാന്നേ ഈ വിറക് വെട്ടാനും പിന്നെ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ താങ്ങി പിടിച്ച് വരാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ തന്നെ ഇവർക്കൊക്കെ എന്തൊരു ശക്തിയാന്ന് തോന്നാറുണ്ട്. എന്നാലും സൂപ്പർ പവർ കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിനിമയും കണ്ട് തിരിച്ചു പോരുകയാണ് ഗൈസ്.